ഹലോ എവറിവൺ. ആകാശം എന്ന മനോഹരമായ റൊമാൻറ്റിക് ലവ് സ്റ്റോറിയുടെ 36ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. എനിക്കത് ഫീൽ ചെയ്തിരുന്നു മോളെ. അവനെന്തോ ഒരു സങ്കടമുള്ളതുപോലെ. ബാലചന്ദ്രൻ പ്രയാസത്തോടെ മകളോട് പറഞ്ഞു. പപ്പ, ഏട്ടനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് ഒരപകടം പറ്റി ഹോസ്പിറ്റലിലാണുള്ളത്. അതിൻ്റെതായ ടെൻഷനിലാണ് ഏട്ടനിപ്പോൾ. ബാലചന്ദ്രന് മകൾ പറഞ്ഞത് വിശ്വസിക്കാനായില്ല. കിരണിന് ഒരു പ്രണയമോ? അയാൾ ഒരിക്കൽ കൂടി സംശയിച്ചു. തൻ്റെ മകൻ കോളേജ് കാലത്ത് പോലും പെൺകുട്ടികളുമായി അടുപ്പം കാണിക്കുന്നത് കാണാനിടയായിട്ടില്ല. ഇപ്പോൾ അവനങ്ങനെ ഒരിഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി മോശക്കാരിയാവില്ല. അവൾ എല്ലാം കൊണ്ടും തനിക്ക് യോജിച്ച മരുമകൾ തന്നെയായിരിക്കും എന്നയാൾ കണക്കുകൂട്ടി. വൈകിട്ട് ഡോക്ടർ വന്നതോടെ അനുപമയെ ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റി. കിരൺ അവളെ കാണാനായി അന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതേയില്ല. പിറ്റേ ദിവസം രാവിലെ അവൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. കനകയും ആലീസും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അനുപമ ഉണർന്നു കിടക്കുകയാണ്. അവൻ അകത്തേക്ക് കയറി വന്നതും ആലീസ് അവനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. സാറ് വന്നത് നന്നായി. ഞങ്ങൾക്കൊന്ന് ലാബിൽ വരെ പോകണമായിരുന്നു. കനകയ്ക്ക് ഇന്നലെ രാത്രി മുതൽ ഒരു തലകറക്കമുണ്ട്. 2 ദിവസമായി. അനുമോൾക്ക് സുഖമില്ലാതായതിനു ശേഷം അവൾക്ക് നല്ല ഉറക്കമൊന്നുമില്ല. അവൾക്ക് ഷുഗറും പ്രഷറും എല്ലാം പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരണം. ഇവിടുന്ന് 2 ദിവസം ഉറക്കമിളച്ചതൊന്നും ഇവൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ആലീസ് കിരണിനോടായി പറഞ്ഞു. അതിനെന്താ ആൻറ്റി, നിങ്ങൾ പോയി വന്നോളൂ. ഞാൻ നിങ്ങൾ തിരിച്ചു വന്നിട്ടേ പോവുള്ളൂ. ഞാൻ അനുവിനടുത്തിരിക്കാം. കിരൺ കനകയെയും ആലീസിനെയും കനകയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാനായി ലാബിലേക്ക് പറഞ്ഞയച്ചു. ശേഷം അവിടെയുള്ള ചെയറിലിരുന്നു കൊണ്ട് ടേബിളിലെ പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. കട്ടിലിൽ കിടന്നിരുന്ന അനുപമ കിരണിനെ സൂക്ഷിച്ചു നോക്കി. സാറിന് എന്തു പറ്റി? തന്നോടൊന്നും സംസാരിക്കാതെയും തൻ്റെ മുഖത്തേക്കൊന്നും നോക്കാതെയും സാർ എന്താണ് ചെയ്യുന്നത്? അവൾ പതുക്കെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കിരൺ സാർ, സാറിന് സുഖമാണോ? അവൾ അവനോടായി ചോദിച്ചു. പിന്നെ, എനിക്കിപ്പോൾ ഭയങ്കര സുഖമാണ്. തനിക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തിൽ പെരുമാറിക്കൂടെ? ഇത്രയും പോത്തുപോലെ വളർന്നിട്ടും റോഡിന് നടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ പോലും അറിയില്ലേ? അവൻ അല്പം ശാസനയുടെ സ്വരത്തിലാണ് അത് ചോദിച്ചത്. അവൻ്റെ ദേഷ്യവും വഴക്കും കേട്ട അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞു. സാർ, മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഞാൻ റോഡിൻ്റെ സൈഡിലൂടെ തന്നെയാണ് നടന്നു പോയത്. പക്ഷേ എൻ്റെ കാല് നിരത്തുറയ്ക്കാത്തതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ഒരുപാട് വട്ടം വീഴാൻ പോയി. ഒരു ടിപ്പർ എൻ്റെ നേർക്ക് വന്നു. അത് ഫുട്പാത്തിലേക്ക് കയറി വന്നാണ് എന്നെ ഇടിച്ചിട്ടത്. അവൾ പറഞ്ഞു കഴിഞ്ഞതും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. പക്ഷേ സാർ, എനിക്ക് മറ്റൊന്നും വ്യക്തമായി ഓർക്കാൻ പറ്റുന്നില്ല. എൻ്റെ തലയ്ക്ക് എന്തോ പ്രശ്നം സംഭവിച്ചിരുന്നു. എല്ലാം അവ്യക്തമായി ഓർമ്മയിൽ തെളിയുന്നുള്ളൂ. അവൾ വീണ്ടും എന്തൊക്കെയോ ഓർത്ത് കണ്ണു തുടച്ചു. കിരൺ അവളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. അനുപമ പറയുന്നത് ശരിയാണോ? അങ്ങനെ അവളെ ഫുട്പാത്തിലേക്ക് കയറി ചെന്ന് വണ്ടി ഇടിച്ചിട്ടതാണെങ്കിൽ അത് പ്ലാൻ ചെയ്ത ഒരു അപകടമായിരിക്കാം. പക്ഷേ അവൾ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാമോ? അവളുടെ ശരീരത്തിൽ ലഹരി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കങ്ങനെ തോന്നിയതാവാനും സാധ്യതയുണ്ട്. താൻ കരയല്ലേടോ. സാരമില്ല. ഞാൻ തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്ര വലിയ ഒരു അപകടം സംഭവിച്ചിട്ടും നിന്നെ ദൈവം തിരിച്ചു തന്നല്ലോ. അയാൾ സ്വയം ആശ്വാസത്തോടെ പറഞ്ഞു. സാർ, എനിക്കിപ്പോൾ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. പെട്ടെന്ന് റൂമിൻ്റെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് കിരൺ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. ഡോക്ടറും സിസ്റ്ററും റൗണ്ട്സിനായി വന്നതായിരുന്നു. ഹായ് കിരൺ, താനിവിടെ ഉണ്ടായിരുന്നോ? ഡോക്ടർ കിരണിനോട് കുശലം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. ഞാനിപ്പോൾ വന്നതാ സാർ. അവൻ പുഞ്ചിരിയോടെ റൂമിൻ്റെ ഒരു വശത്തേക്ക് മാറി നിന്നു. ഡോക്ടർ കടന്നു വന്ന് അനുപമയെ പരിശോധിച്ചു. മാറ്റാനുള്ള മരുന്നുകളെല്ലാം മാറ്റി എഴുതി നൽകി. അനുപമ, തൻ്റെ ആത്മവിശ്വാസവും ധൈര്യവുമാണ് ഇനി മുന്നോട്ട് മരുന്നിനേക്കാൾ നിനക്ക് ഉപകരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും വീട്ടിൽ നല്ല റെസ്റ്റ് എടുക്കേണ്ടി വരും. അനുപമയോടായി ഡോക്ടർ അത്രയും പറഞ്ഞ ശേഷം അയാൾ കിരണിനെ നോക്കി. കിരൺ, താൻ അവളുടെ ബോസ് അല്ലേ?
താൻ അവൾക്ക് ഒരു 3 മാസത്തെ ലീവ് എഴുതി കൊടുക്ക്. അവളൊന്ന് മനസ്സും ശരീരവും റിലാക്സ് ആവട്ടെ. ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ നടന്നോളും. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുഞ്ചിരിയോടെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കിരൺ അനുപമയോട് ഒന്ന് ചിരിച്ചു. അതേതായാലും അങ്ങനെ തന്നെ ആവട്ടെ. നിനക്ക് ഞാൻ 3 മാസത്തേക്ക് ലീവ് തരാം. നീ നല്ലപോലെ റെസ്റ്റ് എടുത്ത് ഇപ്പോഴുള്ള ഈ ക്ഷീണമൊക്കെ മാറട്ടെ. പിന്നെ അവനെന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അത് പൂർത്തിയാക്കിയില്ല. എന്താ സാർ? പിന്നെ എന്താ പറയാനുള്ളത്? അവൾ കിരണിനോടായി ചോദിച്ചു. അവനൊന്നും പറഞ്ഞില്ല. എനിക്കറിയാം സാർ. ആ 3 മാസം എനിക്ക് ശമ്പളം ഉണ്ടാവില്ലെന്നല്ലേ പറയാൻ വന്നത്? അവൾ പറയുന്നത് കേട്ട കിരൺ ഒന്ന് ചിരിച്ചു. അല്ല, അതല്ല ഞാൻ പറയാൻ വന്നത്. എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ അതിപ്പോൾ പറയുന്നില്ല. നീ ഡിസ്ചാർജായി ഇവിടുന്ന് പോകുന്ന ദിവസം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിന്നോട് പറയാം. ഓക്കെ? അവൻ അവളുടെ അരികത്തിരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ കനകയും ആലീസും റൂമിലേക്ക് തിരികെ എത്തി. മോളെ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും വഴി ഡോക്ടറെ കണ്ടിരുന്നു. ഇന്നും നാളെയും കൂടി കഴിഞ്ഞാൽ നിന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവൾ സന്തോഷത്തോടെ കിരണിൻ്റെ നേരെ നോക്കി. ഇവളെ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. ഇവിടെ നിർത്തിയാൽ മനസ്സിലൊരു സമാധാനവും ഉണ്ടാവില്ല. സാർ അവൾക്ക് തൽക്കാലത്തേക്ക് ലീവ് തരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. കനക ഏറെ വിശ്വാസത്തോടെ കിരണിനെ നോക്കി. അവൻ്റെ മുഖത്ത് നിരാശയും വേദനയും വന്ന് നിറഞ്ഞു. അനു 3 മാസത്തേക്ക് അത്രയും ദൂരത്തേക്ക് പോവുകയാണോ? ഇത്രയും കാലം അവളെ കാണാതിരിക്കാൻ തനിക്കാവുമോ? എങ്കിലും ആ സങ്കടം അവൻ പുറമെ കാണിച്ചില്ല. ഇപ്പോൾ അവളുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. തൻ്റെ വേദനയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. അവൻ തൽക്കാലത്തേക്ക് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അനുപമയുടെ മനസ്സിൽ വല്ലാത്ത ജിജ്ഞാസ നിറഞ്ഞു. കിരൺ സാറിന് തന്നോട് കാര്യമായി എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്തായിരിക്കും? സാരമില്ല, 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവുമല്ലോ. അപ്പോൾ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവൾ എന്താണെന്ന് ഓർത്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. തൻ്റെ മനസ്സിനുള്ളിലെ ഇഷ്ടം, അനുപമയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ തന്നെ കിരൺ തീരുമാനിച്ചിരിക്കുകയാണ്. ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.